வார்த்தைகள் சேகரித்து செய்வேன் அன்பே உரகராதி. நீ தூங்கும் நேரத்தில் தூங்காமல் பார்ப்பேன் தினம் உன் தலை கோதி. காதோரத்தில் எப்போதுமே உன் மூச்சு காற்றின் வெப்பம் சுமப்பே. கையோடுதான் கை கோர்த்துதான் உன் மார்பு சூட்டில் முகம் புதைப்பே. வேறென்ன வேண்டும் உலகத்திலே, இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்து விட்டேன், அக்கம் பக்கம் யாருமெல்லாம் பூலோகம் வேண்டும். அந்திப்பகல் உன் அருகே நான் வாழ வேண்டும். என் ஆசையெல்லாம் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அணைப்பினிலே. வேறென்ன வேண்டும் உலகத்திலே, இந்த இன்பம் போதும் நெஞ்சினிலே. 7 ஜென்மம் வாழ்ந்து விட்டேன். ഹലോ അമ്മ. അച്ചു, നിങ്ങൾ സംസാരിച്ചോ? മോൻ എന്താ പറഞ്ഞേ? സംസാരിക്കാനോ? അതിന് അയാൾ ഇതുവരെ ഇവിടെ വന്നിട്ട് പോലും ഇല്ല. വന്നില്ലേ? ഇല്ല. സാരില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ്. ഞാൻ വെയിറ്റ് ചെയ്യണം അല്ലേ? ഓഫീസിലെ എല്ലാ പണിയും മാറ്റി വെച്ചാൽ ഞാൻ അവിടെ നിന്ന് കുത്തിയിരിക്കുന്നത്. എത്ര നേരം എന്നറിയാം അവിടെ വന്നിരിക്കുന്നത്. അമ്മ, എനിക്കിതിന് സമ്മതമല്ല കേട്ടോ. അതെന്നാ, നീ അതിനെ ചെക്കനെ കണ്ടുപോലും ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞേ, ഒരു പഞ്ച്വാലിറ്റി ഇല്ല അമ്മ. ഞാനിവിടെ വന്നിട്ട് 1/4 മണിക്കൂറായി. ഇതുവരെ അയാളിവിടെ വന്നിട്ടില്ല. ദാറ്റ് മീൻസ് അയാൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നല്ലേ? അല്ലേ? എക്സ്ക്യൂസ് മീ. ഐ എം സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ചെക്കൻ വന്നോ? വന്നു. എന്നാ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പിന്നെ വിളിക്കാം. ആരായിരുന്നു? അമ്മ. സോറി, ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. ഇറ്റ്സ് ഓക്കെ. താമെല്ലാം കഴിച്ചായിരുന്നോ? പക്ഷെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഹേയ്. യെസ് സർ. 2 കോഫി 2 കേക്ക്. ഓക്കെ സർ. ഏയ്, ഐ ആം ഫൈൻ. എനിക്ക് വേണ്ട. വേണ്ട? നോ. ഓക്കെ. ദെൻ 1 കോഫി 1 കേക്ക്. ഓക്കെ സർ. ആൻഡ് താൻ കുറേ നേരമായി ഇവിടെ വന്നിട്ട്. തനിക്ക് വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യായിരുന്നല്ലോ. ഐ തിങ്ക് യു ആർ നോട്ട് ഹാവിങ് മൈ നമ്പർ, റൈറ്റ്? Yeah, I wasn't having your number. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ you should have my contact number. So I think I will give you my number now. Oh, just wait for me. I will be right back. Okay. Hello. ഇങ്ങേരിത്.
ആ വന്നോ? ആ പിന്നെ അമ്മ എനിക്കിങ്ങനെ കിട്ടാൻ സമ്മതമല്ല കേട്ടോ. അതെന്നാ? അങ്ങേർക്കൊരു പഞ്ച്വാലിറ്റി ഇല്ല അമ്മ. പിന്നെ അതുമല്ല എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല. ആ ചെറുക്കൻ എന്നാ ഒരു കുഴപ്പം? അമ്മ ഇനിയൊന്നും പറയണ്ട, എനിക്കങ്ങനെ കെട്ടണ്ട. അച്ചു, എൻ്റെ അമ്മ ഞാൻ വെറുതെ ഒന്നുമല്ല അങ്ങേര് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ സപ്പോസ് അയാൾ എന്നെ കിട്ടിയെന്ന് വിചാരിക്കും, എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും കാണാൻ വേണ്ടി കൊത്തിയായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കറി വരാൻ പറ്റും? എൻ്റെ കെട്ടിയാൻ വന്ന് അങ്ങേർക്ക് ചോറ് ഒട്ടിക്കൊടുത്ത് അങ്ങേർ അണ്ണാക്കി തിരികെ കയറ്റിയിട്ടല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾ പഞ്ചായത്ത് ഇല്ലാതെ ഏതെങ്കിലും എവിടെയെങ്കിലൊക്കെ വായി നോക്കി എവിടെയെങ്കിലൊക്കെ തിണ്ടിയിട്ട് നിൽക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് കറക്റ്റ് സമയത്ത് എൻ്റെ അമ്മയും അച്ഛനെയും കാണാൻ വരാൻ പറ്റുമോ? പറയാമ്മ. അത് മാത്രമൊന്നുമല്ല, അയാൾക്ക് നല്ല പ്രായം തോന്നുന്നുണ്ട്. യുനോ സെറ്റാവില്ലമ്മ. പറ്റില്ല. നോ നോ നോ. എന്നാൽ ശരിയേ, ഞാനൊന്ന് പോയി കിടക്കട്ടെ, നല്ല ക്ഷീണം. അല്ല അപ്പം നീ ഇന്നും ഓഫീസിൽ പോകുന്നില്ലേ? ഓ ഇനിയിപ്പോൾ പോയിട്ട് എന്തിനാ, ഞാൻ ലീവ് വിളിച്ചു പറഞ്ഞു. അല്ല അപ്പം ഇനി ഞാൻ ആ ചെറുക്കനെ വിളിച്ച് പറയണോ നിനക്കതിന് ഇഷ്ടമായില്ല എന്ന്? ഏയ് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങേരോട് എനിക്ക് അങ്ങനെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഓ എല്ലാം വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണല്ലേ വന്നേക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, ഈ പെണ്ണിന് ഇനി ചെക്കനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? എന്താടി? എടാ എന്റെ അക്കൗണ്ടിലേക്ക് 1000 രൂപ അയക്കാവോ? 1000? എന്തിനാടി? അതുണ്ടല്ലോ, ഞാനും എന്റെ ഫ്രണ്ട്സും ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. അപ്പൊ കയ്യില് ദുട്ടുനിഹി 1000 രൂപ അയക്കും മിസ്റ്റർ പെരേര. കറങ്ങാനോ? അപ്പൊ നിനക്കൊന്ന് കോളേജില്ലേ? കോളേജൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങള് ചാടി. ബെസ്റ്റ്. അപ്പൊ ഇന്നിന് കോളേജിൽ കയറുന്നില്ലേ? അതൊക്കെ ഞാൻ കേറും, പക്ഷെ ഒരു 12 മണി 1 മണിയൊക്കെ കഴിഞ്ഞിട്ട്. കേറിയാ മതി. അതൊക്കെ ഞങ്ങൾ കേറിക്കോളാം. എടാ എന്റെ 1000. അയക്കാടി കുരുപ്പേ. താങ്ക്സ്. ഓക്കെ ബൈ. ബൈ. ഓ എന്റെ അമ്മ, എനിക്ക് മതി. ഇല്ല, ഞാൻ കഴിക്കാം, പക്ഷെ ഇതും കൂടെ മതി, ഇനി ഇടരുത്. അല്ല ആരാ വിളിച്ചേ? അവള് സേതു. അവള് വേറെ കോളേജിൽ പോയില്ലേ? അയ്യോ, നീ അപ്പുറത്ത് പത്രത്തിനകത്ത് കയറിയിരിക്കുന്ന മനുഷ്യനോ അവളിങ്ങനെ വഷളാക്കുന്നത്? അവള് കുഞ്ഞല്ലേ അമ്മ. ഒരു കുഞ്ഞ് മതിയോ? മതി. ഇറങ്ങുവാണേ അമ്മ. മിസ്റ്റർ പിതാവേ, നാം അങ്ങോട്ട് ഇറങ്ങണു. താങ്കൾ ദയവായി അകത്തേക്ക് ചെല്ലുക. അങ്ങയുടെ പത്നി വളരെ കോപിഷ്ഠയാണ്. ദൈവമേ, ഇന്നിനി എന്താണാവോ? താങ്കൾ ഇങ്ങനെ ഇവിടെ ഇരിക്കാതെ ചെന്ന് ചോദിക്കണം മിസ്റ്റർ പിതാവേ, താങ്കളുടെ ഭാര്യയല്ലേ? ഇറക്ക കോളേജിൽ പോടാ. ടാറ്റാ.
അമ്മൂ. അങ്ങോട്ട് മാറി ഇന്നേ നന്ദേട്ടാ. ഏ? എന്താടോ പ്രശ്നം? കുന്തം. ഹ, താൻ ചൂടാവാതെ കാര്യം പറയടോ. ഒന്നുമില്ല. തനിക്ക് എന്തെങ്കിലും സഹായം വേണോ? എന്നാ അതെടുത്ത് അരിഞ്ഞു വെക്ക്. ഏ? അതെടുത്ത് അരിയാൻ. ആ, അരിയാം, ഞാൻ അരിയാം. ഓഹ്, ചോദിക്കണ്ടായിരുന്നു. എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല. അല്ല, നിങ്ങൾ ഇന്ന് പോണില്ലേ? ആ, പോണം. ഇന്ന് കുറച്ച് വൈകി ഇറങ്ങിയാ മതി. നിങ്ങൾ സാറന്മാര് വൈകി ഇറങ്ങിയാൽ കുഴപ്പമില്ല, ഞങ്ങള് മിസ്സന്മാര് വൈകി ഇറങ്ങിയാലാണ് കുഴപ്പം, അല്ലേ? എന്താ അമ്മൂ നിന്റെ പ്രശ്നം? നീ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? നീ കാര്യം പറ. നിങ്ങൾക്ക് എത്ര വയസ്സായി? തോട്ടെ, എനിക്ക് എത്ര വയസ്സായി? നമുക്ക് രണ്ടുപേർക്ക് നല്ല പ്രായമായി, അല്ലേ? അതിനാണോ താൻ ദേഷ്യപ്പെടുന്നേ? പുറമെ മാത്രമേ എനിക്ക് പ്രായമായിട്ടുള്ളൂ, ഉള്ളിൽ ഞാനിപ്പോഴും ചെറുപ്പമാ. അതൊന്നും അല്ല നന്ദേട്ടാ. അതല്ലേ പിന്നെ എന്നാ? അവൻ എത്ര വയസ്സായി നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അവൻ ഇങ്ങനെ കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് തേടി തിരിഞ്ഞ് അതിലെതിരെ നടക്കുക. എന്റെ ആയുസ് തീരുന്നതിന് മുന്നേ അവനൊരു കുടുംബമായി കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എടോ, നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ? അവന് തോന്നണ്ടേ ഒരു കുടുംബമൊക്കെ വേണമെന്ന്? താൻ ഇങ്ങനെ ഡെസ്പാകല്ലേ. നമ്മൾ അവന് വേണ്ടി പെൺപിള്ളേരെ നോക്കാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അവനിപ്പോ വേണ്ടാന്നും പറഞ്ഞ് ഒറ്റക്കാലം നിൽക്കുന്നോണ്ടല്ലേ. ഞാൻ വേണമെങ്കിൽ ഇന്ന് അവനോടൊന്നുകൂടെ സംസാരിക്കാൻ കല്യാണത്തിനെ കുറിച്ച്. ഒന്ന് ചിരിക്കെന്റെ അമ്മു. ആഹ, എന്താ കിടപ്പ്! കുംഭകർണം തോറ്റുപോകും. ഡി അച്ചു, എനിക്കങ്ങോട്ട്. എന്തുവാ അമ്മ? എന്റെ കുണ്ടി അമ്മ വാടകയ്ക്ക് വന്നേക്കുന്നതാണോ? ഇടക്കിടയ്ക്ക് ഒന്ന് തല്ലിപ്പൊളിക്കേ. എന്താന്ന്? ഒന്നുമില്ല. മിണ്ടായിരുന്നേക്ക, ഇനിയും കിട്ടും. ഓ, എന്റെ കുണ്ടി. കട്ടിലെ കിടന്ന് തിരിഞ്ഞു കളിക്കാതെ പോയി കുളിക്കാൻ നോക്ക്. നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. ഇന്നോ? ആകെ കിട്ടുന്നൊരു ഞായറാഴ്ചയാ. ഞാനൊന്നുമില്ല. അമ്മ പോയിട്ട് വാ. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകും. അച്ഛൻ മര്യാദയ്ക്ക് എഴുന്നേറ്റോ, ഇല്ലെങ്കിൽ ഞാൻ വെള്ളം കോരി ഒഴിക്കും. അമ്മ സമ്മതിക്കേല. വരുവാ. പോയി കുളിക്ക്. അവിടെ ഇരുന്ന് താളം ചവിട്ടാതെ പോയി കുളിക്കാൻ. ഓ, ഞാൻ പോകുവാ. അങ്ങനെ ഒന്നിനെ എണീപ്പിച്ചു. ഹോ, മോഹനേട്ടാ, ദാ ചായ. ഇത് കുടിച്ചിട്ട് വേഗം പോയി കുളിക്കാൻ നോക്ക്, കേട്ടോ? കുളിക്കാനോ? കുളിക്കണോ മായേ? കുളിക്കാതെ പിന്നെ? കുളിക്കാതെ അമ്പലത്തിൽ പോയി ഞാൻ സമ്മതിക്കാല. അമ്മ, വെള്ളത്തിന് തണുപ്പാ. കുളിക്കാതെ വന്നാ കുഴപ്പമുണ്ടോ? ഓ, അപ്പനും മോക്കും ഒരേ സ്വഭാവം. വെള്ളം തൊടുത്തില്ല. മര്യാദയ്ക്ക് കുളിച്ചോ? ആ, ശരി. നിങ്ങളിത് എന്ത് നോക്കിയിരിക്കുക? അത് കുടിച്ചിട്ട് പോയി കുളിക്ക മനുഷ്യ. ഓ, ഞാൻ കുളിക്കാം. എന്തൊരു തണുപ്പ്! രാവിലെ കുളിച്ച് ശീലമില്ലാത്തോണ്ടായിരിക്കും. സുന്ദരിയായി പക്ഷെ.
അച്ഛാ എങ്ങനുണ്ട്? ആഹാ, അച്ഛൻ്റെ മോള് പടത്ത് കോലായിട്ട് നിൽക്കാൻ പോവാ. ഒരു കാവടി തുള്ളി വരുന്ന പോലുണ്ട്. പോ അച്ഛാ. അല്ല അമ്മ എന്തേ? അവൾ ഒരുങ്ങിക്കഴിഞ്ഞില്ല, അകത്താണെന്ന്. ഒരുങ്ങി കഴിഞ്ഞില്ലെന്നാ? അമ്മ ഞാൻ ഒരുങ്ങി കഴിഞ്ഞു, നമുക്ക് ഇറങ്ങാം. അച്ഛാ അമ്മ എന്തേ? എടി പെണ്ണെ, അതല്ലേ ഞാൻ പറഞ്ഞത്, അവൾ ഒരുങ്ങിക്കഴിഞ്ഞില്ലാന്ന്. നീ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? ഇവിടെ ഒന്ന് കുത്തിയിരിക്കും. ആ, ഞാനീ ഇരിപ്പ് തുടങ്ങിയിട്ട് 10-20 മിനിറ്റായി. ആ ബെസ്റ്റ്. നിങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കൊരുങ്ങണ്ടേ? நால நாளும் நில்லாம நீடி சுத்திக்கிச்சு பொல்லாத பார்வை பல்லால பேச சொக்கிக்கிச்சு சொக்க வச்சாலே ഇവിടെ ആരോ ബ്ലഷ് അടിക്കുന്നുണ്ട്. ആർക്ക് ബ്ലഷ് അടിച്ചു? എനിക്ക് ബ്ലഷ് ഒന്നും അടിക്കുന്നില്ല. അതിന് ഞാൻ അച്ഛനെ ബ്ലഷ് അടിക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. എന്നതാ ഇറങ്ങാം. വാച്ചു. അച്ഛാ അച്ഛാ. എന്താ അച്ചു? നമ്മൾ എന്തിനാ അമ്പലത്തിൽ വന്നേ? അച്ഛാ. ഓ എന്തുവാ? നമ്മൾ എന്തിനാ അമ്പലത്തിൽ വന്നേന്ന്? അതോ, നിന്റെ തലയെ മൊട്ടയടിച്ച് പുള്ളിയും കുത്തിച്ച് നടക്കിരുത്തേ. അച്ഛാ എനിക്കെങ്ങനെ അറിയാനാ? ദോ പോന്നതിനോട് ചോദിക്കും. അമ്മ. ആ, നമ്മൾ എന്തിനാ അമ്മ ഇന്ന് അമ്പലത്തിൽ വന്നേ? അതൊക്കെ ഉണ്ട്, പയ്യെ മനസ്സിലാവും. അതെങ്ങനെ? എല്ലാം അറിഞ്ഞാലേ വരുള്ളൂ. ഇങ്ങോട്ട് വാ. ഇതെന്തൊരു തൊന്തരവിത്. അവിടെ നിൽക്കാതെ ഇങ്ങ് വാ അച്ചു. ഞാൻ അമ്പലക്കുളം വരെ പോയിട്ട് വരട്ടെ? എന്നാ പോയിട്ട് വേഗം വാ. ആ അമ്മ, പോയിട്ട് വേഗം വരാം. ഓ, അങ്ങ് വേഗം ഉരുളുണ്ട് നന്ദേട്ടാ. എന്റെ അമ്മു, നീ പറയണ കേട്ടതൊന്നും ഇത് ഭയങ്കര എളുപ്പമുള്ള പണിയാണെന്ന്. ഇതിപ്പോ എത്രാമത്തെ വട്ടം ഉരുളണേന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്കിപ്പോ 18 വയസ്സല്ല, നീ അതും കൂടെ ഓർക്കണം. ഓ പിന്നെ, നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് എനിക്ക് പുറമെ മാത്രമേ പ്രായമായിട്ടുള്ളൂ, ഉള്ളിൽ ഞാനിപ്പോഴും ചെറുപ്പമെന്നൊക്കെ. പിന്നെ അതും പോരാണ്ട് ഇതിപ്പോ 16 വട്ടമായിട്ടുള്ളൂ. ഇനിയും കിടക്കാൻ 34 വട്ടം ഉരുള. 34? ആ, 50 വട്ടം ഞാൻ നേർന്നേ. നിങ്ങളിത് എന്തീ കാണിക്കുന്നേ? ഇതേ സമയം പോകുന്നു, എനിക്കിന്ന് കോളേജിൽ പോകണ്ടതാ. ദേ സിദ്ധു, നിനക്ക് വേണ്ടി ഈ ഉരുളണേ. ഇത് കഴിഞ്ഞിട്ടാണോ നീ ഉരുളാൻ? എനിക്ക് വേണ്ടിയോ? നോക്കി നിക്കത് ഈ സാധനമൊക്കെ പിടിക്കേർക്കാം. അങ്ങോട്ട് വേഗം ഉരുള നന്ദേട്ടാ. ആ, സാധനമൊക്കെ ഞാൻ പിടിക്കാം, പക്ഷെ ഉരുളാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. അതും കൂടി അച്ഛന് കൊടുക്ക്. അച്ഛനാകുമ്പോ ഉരുണ്ട നല്ല ശീലമാണല്ലോ. ദാ പൊന്നു മോനെ. എന്താ അച്ഛാ? ഏത് സമയത്താണോ എന്തോ. ആ, അതപ്പോ വിലക്കണായിരുന്നു മിസ്റ്റർ പിതാവേ. ഈ ചെറുക്കനെ ഞാൻ ഉരുള നന്ദേട്ടാ. ഓ ഉരുളാം. ഞാൻ ഇപ്പൊ വരാം. അല്ലല്ല, ടേബിളിലല്ല, കബോർഡിലൊന്ന് നോക്കിക്കേ. സാർ അപ്പൊ കബോർഡിന്റെ കീയോ? കീ എൻ്റെ ടേബിളിലുള്ള ഒരു ബോക്സിലുണ്ട്, ഒരു ബ്രൗൺ ബോക്സ്. ആ ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.